നമ്മുടെയൊക്കെ ശരിക്കുള്ള സ്വഭാവം മനസ്സിലാക്കാൻ പറ്റിയ സമയമാണ് ക്വാറന്റൈൻ. ഞാനും മനസ്സിലാക്കി എന്റെ ചില സ്വഭാവ സവിശേഷതകൾ. 1 വിവരക്കേട്, 2 മണ്ടത്തരം. അങ്ങനെ ഹടപടലം തേഞ്ഞൊട്ടി നിൽക്കുന്ന നേരത്താണ് അവന്റെ ഒരു കോൾ വരുന്നത്. ഹലോ. ആ കല്ലു, ഞാനാ മാത്തു. ചത്തോന്നറിയാനായിട്ട് വിളിച്ചതാണോടാ തെണ്ടി? അല്ലെന്നേ, ഞാനേ ഒരു കാര്യം പറയാൻ വേണ്ടിട്ട് വിളിച്ചതാ. എന്നെ സി കേരളത്തിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരൊരു പുതിയ പ്രോഗ്രാം പതിയെ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ അതിലേക്ക് ആങ്കർ ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിട്ട് വിളിച്ചതാ. ഒറ്റയ്ക്കോ? ഇത്രയും കാലമായിട്ട് നമ്മൾ ഒരുമിച്ചല്ല പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നത്. ഇതിപ്പോ പെട്ടെന്ന് ഒരു ദിവസം വിളിച്ചിട്ട് ഒറ്റയ്ക്ക് വരണം, പ്രോഗ്രാം ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ എന്നെ കൊണ്ടത് സാധിക്കൂല എന്ന് ഞാൻ അവരോട് തീർത്ത് പറഞ്ഞു. കല്ലു കൊടുക്കാൻ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞപ്പോ അവരെന്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് കല്ലുവിനെ കൂടി കൂടെ കൂട്ടാൻ സമ്മതിച്ചിട്ടുണ്ട്. എന്തായാലും ഈ പരിപാടി നടക്കും കല്ലു, നമുക്ക് പൊളിക്കണം. കല്ലു ഒരു പണി, വേഗം റെഡി ആയിട്ട് ഇങ്ങോവാ, നമുക്ക് പ്രോഗ്രാമിന് കയറാം. ശരി. ആ ഡയറക്ടറോട് ഞാൻ ഒരു 1000 വട്ടം പറഞ്ഞാണ് ഈ മുടിയൻ തെണ്ടീനെ വിളിക്കണ്ട വിളിക്കണ്ട വിളിക്കണ്ടെന്ന്. അപ്പൊ അങ്ങനെ പറയിപ്പിക്കണം എന്നെ കൊണ്ട്. തേപ്പട്ടയാണ് 5:30 മണിയായി. മാത്തു, നിങ്ങളിത് എവിടെയായിരുന്നു മനുഷ്യ? നിങ്ങൾ നേരെ നട്ടുച്ചയ്ക്ക് വരും എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പ തുടങ്ങി ഇവിടെ നിൽക്കുന്നതാ. സത്യത്തിലുണ്ടല്ലോ ഇതെന്താ പരിപാടി? കല്ലു, അത്യാവശ്യം ഒരു പൊട്ടിക്കലിന് വേണ്ടിയിട്ടുള്ള മരുന്നൊക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ധൈര്യമായിട്ട് പോരെ. മാത്തു, നമ്മൾ ഈ ആൾക്കാരുടെ ഇടയ്ക്ക് ചെന്ന് ഓളം കാണിക്കുന്ന പോലെ അല്ല, ഇതിനകത്ത് സെലിബ്രിറ്റീസ് ഒക്കെയാ വരുന്നത്. കല്ലു, ഒന്നുമില്ലെങ്കിൽ ഞാൻ നിങ്ങളെ നോക്കിയിട്ട് ആക്ഷൻ കട്ട് പറഞ്ഞൊരു ഡയറക്ടർ അല്ലേ. ധൈര്യമായിട്ടിരിക്കും. സെന്റിയാണോ മാത്തു? മാസാണോ? ഞാൻ ആരോട് ഇതൊക്കെ പറയണേ? ഒന്ന് വരുവോ? മാത്തു, ഡാൻസ് കഴിഞ്ഞടാ. ആ പുള്ളിക്കാരൻ എന്തി? ആരടാ? ഞാനിവിടെ കയറുമ്പോ ഡാൻസ് കളിക്കാൻ കയറുന്ന സമയത്ത് പുക അടിക്കാന്ന് പറഞ്ഞ പുള്ളിക്കാരൻ എന്തി? പുള്ളി ഇവിടെ ഉണ്ടല്ലോ. പുള്ളിയല്ലേ പറഞ്ഞത് ഒരൊറ്റ സ്റ്റെപ്പും കാണിക്കാണ്ട് ഞാൻ പുക അടിച്ചു തരാന്ന്? എന്നിട്ട് പുള്ളി എന്താ ചെയ്തത്? എന്താ പുള്ളി ചെയ്തത്? പുള്ളി എന്താ ചെയ്ത്? പുള്ളി എന്താ ഒരുമാതിരി കാറ്റ് കൊണ്ട് നടക്കുമ്പോ 2 പുക സിഗരറ്റ് ഊതണ ഫൂ ഫൂന്ന്. അതാണ് ഞാൻ പറഞ്ഞത്. എന്നെ കാണിക്കരുത് ഞാൻ പറഞ്ഞല്ലേ. ഞാൻ 1000 വട്ടം പറഞ്ഞതാണ് ഡാൻസ് ഉണ്ടെങ്കിൽ ഞാൻ ഇതിന് വരൂലെന്ന്. കളിച്ചല്ലോ.
ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവരെന്തിനാ ഇപ്പോഴും ഈ താരം പിടിച്ചുകൊണ്ട് നിൽക്കണേ? എന്നാ നിങ്ങൾ പൊയ്ക്കോ, നമ്മൾ ആങ്കർ മെൻഷൻ പറഞ്ഞോട്ടെ. ഇത് സ്വയംവര സെൽസ് കോർപ്പറേഷൻസ് ലെറ്റ്സ് റോക്ക് ആൻഡ് റോൾ. ബ്ലോക്ക്ബസ്റ്റർ പാർട്ണർ മൈജി ആൻഡ് കോസ്മെറ്റിക് പാർട്ണർ ഡാസ്ലർ എറ്റർണ. കല്ലുവിന്റെ പാട്ടിനെ കുറിച്ച് എനിക്ക് നല്ല ധാരണയുണ്ട്. ഞാൻ പാടണം? പാടരുത് പ്ലീസ്. നമ്മുടെ രണ്ടുപേരുടെ പാട്ടിനെ കുറിച്ചിട്ട് നാട്ടുകാർക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് നമ്മളെ കൊണ്ട് ഈ പരിപാടി കൂട്ടിയാൽ കൂടൂല. ഇത് പാട്ടിന്റെ പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടുപേരും അല്ലാതെ ഈ വേദിയിലേക്ക് ഞങ്ങൾ മൂന്നാമതൊരാളെ കൂടി അവതരിപ്പിക്കുകയാണ്. MJ Joe. സി കേരളം ചാനലിൽ നമ്മൾ റോക്ക് ആൻഡ് റോൾ എന്ന് പറയുന്ന ഒരു പരിപാടി അവതരിപ്പിക്കാൻ പോകണമെന്ന് പറഞ്ഞ സമയത്ത് എന്റെ അടുത്ത് പല ആൾക്കാരും ചോദിച്ചു, നമ്മുടെ രവിവർമ്മനൊക്കെ ഉള്ള ചാനല്, അഭിമന്യു ഒക്കെ ഉള്ളത്, ഇതേത് ആങ്കേഴ്സ്? അത് ആങ്കേഴ്സ് അല്ല, പിന്നെ ഇവരൊക്കെ സീരിയൽ ആർട്ടിസ്റ്റുകളാണ്. ആണോ? ഇത് സീരിയലിലെ കഥാപാത്രങ്ങളാണ്. ഇവരൊക്കെ ഭയങ്കര ഫാൻസാ. നമ്മൾ ഈ കുത്തി പറഞ്ഞിട്ട് ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. അങ്ങനെയാണെങ്കിലേ നമ്മൾ അറിയാത്ത അങ്ങനെ ആർട്ടിസ്റ്റുകള്, ആക്ടേഴ്സ് ഈ പ്രേക്ഷകരുടെ ഇടയിൽ ഇത്രയും ഇതുണ്ടെങ്കിൽ അവരെ നമുക്ക് പൊട്ടിക്കണം മൊത്തം. ഞാനൊരു കാര്യം പറയട്ടെ, ഇവരെ പൊട്ടിക്കാനായിട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്കിനി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ലേ? കാരണം ഇവർക്ക് അമ്മാതിരി അടിത്തറയുണ്ട്, ബേസ് ഉണ്ട്. നമുക്ക് അതില്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഒരൊറ്റ വഴിയുള്ളൂ. ഈ പണ്ടൊരു പഴഞ്ചൊല്ലുണ്ടായിരുന്നു, ചാണകം ചാരി കഴിഞ്ഞാൽ ചാണകം മണക്കും, ചന്ദനം ചാരി കഴിഞ്ഞാൽ ചന്ദനം മണക്കും. നിങ്ങൾ ചാരിപ്പോ എനിക്കൊരു ചാണകം മണക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടുപേർക്കും കൂടെ കൂടിയിട്ട് കുറച്ച് ചന്ദനം ചാരാം. അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ മനുഷ്യരെ നമ്മൾ ഇങ്ങോട്ട് വിളിക്കുക, എന്നിട്ട് നമ്മളും ഇവരുടെ കൂടെ ഉള്ളതാണ്, ഇവരുടെ ഭാഗമാണ് ഞങ്ങൾ വരുത്തി തീർക്കുക. അപ്പൊ അവരുടെ ഫാൻ ഫോളോയിങ്ങിന്റെ ഒരു പങ്ക് നമുക്കും കിട്ടൂലേ? അങ്ങനെയാണെങ്കിൽ വിളിക്കവരെ. അങ്ങനെയാണെങ്കിൽ വരുന്നു അരുൺ, മൃദുല, ഷിജു, സുസ്മിത, സോനു ആൻഡ് റിച്ച. മധു, ഇത്
സംഭവം പൊളിയാട്ടോ പരിപാടി. ഇതുണ്ടല്ലോ ആ. നമ്മുടെ മറ്റേ മ്യൂസിയം അല്ലേ, അവിടെ മെഴുകു പ്രതിമയൊക്കെ ഇങ്ങനെ സ്ഥാപിക്കൂലേ, ആ. അതേപോലെ ഉണ്ടല്ലേ സെയിം പരിപാടി. ഇവരുടെ ഈ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത്ര ആരാധനയോടുകൂടി എന്തിനാണ് ഇത്ര ആൾക്കാർ ഇങ്ങനെ എഴുതുന്നത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എന്താ കാരണം? ആ. ഇതാണ് കാരണം. ഒരു കയ്യടിയോട് ഇനി ശ്വാസം വിട്ടോ ചീച്ചേട്ടാ, ശ്വാസം വിട്ടോ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് തന്നെ തോന്നിപ്പോ നിങ്ങൾ ശരിക്കും മെഴുകു പ്രതിമകളാണ്. ഇതിപ്പോ ഒരു കുറെ നാൾക്ക് ശേഷമാണ് ഇപ്പൊ കുറെ എല്ലാ നമ്മുടെ സീരിയലിലെ താരങ്ങളെല്ലാത്തിനും ഒരുമിച്ചൊരു കൂട്ടായ്മ വന്നിരിക്കുന്നത്. അതും കേരളത്തിന്റെ ഈ പ്ലാറ്റ്ഫോമിൽ കിട്ടിയത് വളരെ സന്തോഷം. കൊറോണയ്ക്ക് മുമ്പ് ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയ ആളാ, ഇപ്പൊ സൈക്കിൾ പോലും കിട്ടാത്ത അവസ്ഥയായി. ഞാൻ ഓർക്കുന്നു ഠക് 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 നമ്മുടെ ശബ്ദം. സുസ്മേര പതനിയായിട്ട് നിൽക്കുന്ന സുസ്മിത. അതെ, സുസ്മിത എങ്ങനെയുണ്ട് ഞങ്ങളെ പോലെയുള്ള വളരെ മര്യാദയുള്ള കുട്ടികളുടെ കൂട്ടത്തിലേക്ക്? അങ്ങനെയൊന്നുമില്ല. മര്യാദ ഇല്ലാന്നാണോ? മര്യാദ ഇല്ലാന്നല്ല, പിന്നെന്താ അങ്ങനെയൊന്നും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഷോയില് അതിന്റെ ആദ്യമൊന്നും വേണ്ട. അതിന്റെ ആദ്യമായിട്ട് വരും, പക്ഷെ അതിന് ആദ്യമായിട്ട് വരും. കുട്ടിയുടെ വീട് ഗുരുവായൂരാണോ? ഗുരുവായൂരാണ്. ഞാൻ പറഞ്ഞില്ലേ. അതാണ് correct അറിയാൻ പറ്റുന്നത്. അത് ഇവിടെയുള്ള എല്ലാ പെണ്ണുങ്ങളുടെ വീട് പുള്ളിക്ക് അറിയാം. അത് മാത്രമല്ല അടുത്ത മാത്തക്കുട്ടിയുടെ ചോദ്യം ഗുരുവായൂർ എവിടെ എന്നുള്ളതായിരിക്കും. എന്തായാലും ഇനിയിപ്പോ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും എപ്പോഴും എന്താ പറയാ പ്രണയഭാചനങ്ങൾ എന്നാണ് മൊത്തത്തിൽ അറിയപ്പെടുന്നത്. എന്താണ് ഇതിന്റെ ഒരു രീതി? നിങ്ങൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന കണ്ടാൽ തന്നെ നമ്മുടെ ഉള്ളിൽ പ്രണയം തുളുമ്പുവാണ്. അതിന്റെ മെയിൻ റീസൺ ഞങ്ങളിപ്പോ ഒരുപാട് നാളെ ഒരുമിച്ച് ഇതിപ്പോ രണ്ടാമത്തെ പ്രോജക്റ്റ് ആണ്. അപ്പൊ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 3.5 വർഷമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് തരത്തിലുമുള്ള ഒരു കെമിസ്ട്രി ഇപ്പൊ വർക്ക്ഔട്ട് ആവും നമ്മളുടെ ഇടയിൽ. എത്രയും നാളത്തെ ഒരു ഒരുമിച്ച് വർക്ക് ചെയ്തതിന്റെ ഒരു ഗുണമാണ്. റിച്ചാർഡ് ഇത് അങ്ങോട്ട് നോക്കുമ്പോ ഞാൻ കണ്ണടിച്ചു പോകട്ടോ. അത് മാത്രല്ല മാത്തു, ഇവരുടെ ആ ഡാൻസിന് ആ നീല ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ മഞ്ഞ് പെയ്യുന്ന സമയത്ത് ചുവപ്പ് ഡ്രസ് ഇട്ടൊക്കെ ഇങ്ങനെ സ്ലോ മോഷനിൽ വരുമ്പോണ്ടല്ലോ എനിക്കങ്ങ് കുളിരുവരി പോയി. ക്രിസ്മസ് പോലെ ഇപ്പൊ നിങ്ങളെ കുറിച്ച് കേട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഭയങ്കര അടിയും ബഹളവും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നേക്കണേ. ഇത് സത്യത്തിൽ നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബഹളം ഉണ്ടോ? ഇല്ല, ഞാന് അഭിനയിച്ചാൽ എനിക്ക് ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള ആർട്ടിസ്റ്റിന്റെ പേര് പറയാൻ പറഞ്ഞാൽ സോനുവിന്റെ പേര് പറയാം. ഞാനൊരു കാര്യം പറയട്ടെ, ആ കാര്യം പറയുമ്പോഴേ ഉള്ള വെമ്പലിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അതിനകത്ത് എത്രമാത്രം ആത്മാർത്ഥതയുണ്ട്. ഓരോരുത്തർ അവരവരുടെ പോഡിയങ്ങളിലേക്ക് പോയേ. മാർച്ച് മാർച്ച് മാർച്ച്, ഏപ്രിൽ ഏപ്രിൽ പോ. മാത്തു, യെസ് കലു, ഇത് നമ്മുടെ ആദ്യത്തെ എപ്പിസോഡ്. അതെ. അതുകൊണ്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അത് മാത്രമല്ല ഈ റൂൾസ് ഒക്കെ നമ്മുടെ പ്രേക്ഷകർക്കും മനസ്സിലാവും. കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. ഇതാണ് നമ്മുടെ ബാങ്ക്. ഇതിൽ നിന്നും 1 ലക്ഷം വീതം ഞാൻ 3 ടീമിനും തരും. 4 റൗണ്ടാണ് നമുക്ക് മത്സരങ്ങളുണ്ട്. ഓരോ റൗണ്ടിലും നമ്മൾ കാച്ചിറക്കി കളിക്കണം. മിനിമം 15,000 രൂപ നമുക്ക് ഒരു റൗണ്ടിൽ ഇറക്കാം. 15,000 മുതൽക്ക് എത്ര വരെ വേണമെങ്കിലും നമുക്ക് ഇറക്കാം. 35,000, 25, 21. ഈ 4 റൗണ്ടിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ റൗണ്ടിൽ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ ×1 ആയിരിക്കും. എന്ന് വെച്ചാൽ അതേ തുക തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. 15,000 രൂപയാണ് നിങ്ങൾ ഇറക്കുന്നതെങ്കിൽ ആ 15,000 രൂപ തന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ബാക്കി 2 പേരുടെയും തുക നമ്മുടെ ബാങ്കിലേക്ക് പോകും. തോൽക്കുന്ന 2 പേരുടെ തുക നമ്മുടെ ബാങ്കിലേക്ക് പോകും. ജയിക്കുന്ന ആളുടെ തുക മാത്രമേ തിരിച്ചു തരുള്ളൂ. രണ്ടാമത്തെ റൗണ്ടിൽ ×2 ആണ്. 15,000 രൂപ വെച്ച് കഴിഞ്ഞാൽ 30,000 നിങ്ങൾക്ക് തിരിച്ചു കിട്ടും ജയിക്കുന്ന ആൾ. മൂന്നാമത്തെ റൗണ്ടിൽ ×3 ആണ്. 25,000 രൂപയാണ് നിങ്ങൾ ബെറ്റ് വെക്കുന്നതെങ്കിൽ 75,000 രൂപ വിജയിക്കുന്ന ആൾക്ക് കിട്ടും. പരാജയപ്പെടുന്നവരുടെ തുക നമ്മുടെ ബാങ്കിലേക്ക് പോകും. 4ാമത്തെ റൗണ്ടിൽ ബെറ്റ് വയ്ക്കുമ്പോൾ ×5 ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതിന്റെ 5 ഇരട്ടി 25,000 രൂപ വെച്ച് കഴിഞ്ഞാൽ 1,25,000 രൂപ നിങ്ങൾക്ക് കിട്ടും. ചിലപ്പോൾ 4ാമത്തെ റൗണ്ടിൽ വിജയിച്ചു കഴിഞ്ഞാൽ 5 ഇരട്ടി പൈസ കിട്ടിക്കഴിഞ്ഞാൽ അവരായിരിക്കും ചിലപ്പോൾ വിജയി. ഏറ്റവും കൂടുതൽ പൈസ കിട്ടുന്ന ആളാണ് ഇവിടുത്തെ വിജയി. ഏറ്റവും ആദ്യത്തെ റൗണ്ട് എന്ന് പറയുന്നത് ഓർമ്മയുണ്ടോ ഈ മുഖം. അങ്ങനെയല്ല മാത്തു, ഓർമ്മയുണ്ടോ ഈ മുഖം. അതാ കറക്റ്റ് ആയിട്ട് വന്നിട്ടോ. ഈ റൗണ്ടിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫേസ് ആപ്പ് അറിയാലോ.
ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ കുഞ്ഞാക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഫേസ് ആപ്പിലൂടെ കുഞ്ഞാക്കി മാറ്റിയ ചില ഗാന ചിത്രീകരണ രംഗങ്ങൾ, അതിന്റെ സ്റ്റിൽസ് നമ്മൾ ഇതിനകത്ത് കാണിക്കും, ഈ സ്ക്രീനിനകത്ത് കാണിക്കും. മൂന്ന് ക്ലൂ ഉണ്ടാവും. ഈ 3 ക്ലൂ, ആദ്യം ഒരു ക്ലൂ കാണിക്കും, അപ്പൊ തന്നെ നിങ്ങൾക്ക് പാട്ട് കിട്ടിയാൽ ബസർ അമർത്താം. അതും കിട്ടിയില്ലെങ്കിൽ രണ്ടാമത്തെ ക്ലൂ കാണിക്കും, പിന്നെ മൂന്നാമത്തെ ക്ലൂ കാണിക്കും. അപ്പൊ ഇതില് നിങ്ങൾക്ക് ആ പാട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് കത്തിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ ബസർ അമർത്തുക. അപ്പൊ നമ്മള് 10 സെക്കൻഡിനുള്ളിൽ ആ പാട്ട് ഏതാണെന്ന് പാടിക്കൽപ്പിക്കണം. രണ്ടാമത്തെ ക്ലൂ ഈ മത്സരത്തിൽ, ഈ റൗണ്ടിൽ എത്ര രൂപയാണ് നിങ്ങൾ ബെറ്റ് വെക്കാനായിട്ട് പോകുന്നത്? 15,000 രൂപ. അതൊരു മിനിമം വെറ്റാനട്ടോ. 15-ന് മേലെ എത്ര ആണെങ്കിലും വെക്കാം. 15 മതി. പുള്ളി ഭയങ്കര കോടീശ്വരനല്ലേ, മറ്റേ പഴയ നോട്ട് കാണാത്ത ആളായതുകൊണ്ടും കുറെ കാശ് തറവാടും കമ്പനിയൊക്കെ പൊളിഞ്ഞു നിൽക്കുന്ന സമയം. അപ്പൊ 15 കോടീശ്വര. ഞാനും വെച്ചു 15. അപ്പൊ എളുപ്പമുണ്ട്, ഇത് നമുക്ക് കണക്ക് കൂട്ടാനും എളുപ്പമുണ്ട്. 15, 15, 15. അപ്പൊ ഫസ്റ്റ് പാട്ട്, ഫസ്റ്റ് ക്ലൂ കിട്ടിയോ? അറിയോ ആർക്കെങ്കിലും? രണ്ടാമത്തെ ക്ലൂ വേണോ? ആരും ബസറിൽ അമർത്തിയിട്ടില്ല. രണ്ടാമത്തെ ക്ലൂ. രണ്ടാമത്തെ ക്ലൂ വന്നു. കിട്ടിയോ? കിട്ടിയോ? ബസർ ആരാ? ഏതിലാ? ഒന്ന്. ബസർ ഏതിലാ? ഒന്ന്. സോനു 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 റിച്ചാർഡ്. പടകാളി പടകാളി. Correct ആണോ? ഞാനൊരു കാര്യം പറയട്ടെ, ആ തേജസ്വിയായ ബാലൻ ശരിക്കും ഒടിവിലുണ്ട് കൃഷ്ണനായിരുന്നു. അതായിരുന്നു. റെഡി, അടുത്ത പാട്ട്. കിട്ടിയോ? കിട്ടിയെങ്കിൽ ബസർ അമർത്താം. അവിടെ ഒരു വിറ കയറിയിട്ട് മൃദുലയ്ക്ക് വന്നു. മൃദുല അരുൺ. മൃദുല പറയണോ? അമർത്തണോ? അതോ രണ്ടാമത്തെ ക്ലൂ വേണോ? വേണോ? കിട്ടും. അടുത്ത ക്ലൂ വേണോ? രണ്ടാമത്തെ ക്ലൂ. രണ്ടാമത്തെ ക്ലൂ. ഓക്കെ, പാടിക്കോ. 10, 9, തറവാടിന്റെ ഫ്രണ്ടില് 4, ഒരു ഐഡിയ ഇല്ല. 3, ഞാൻ പറയട്ടെ, പാടിയോ? അതല്ലേ? അല്ല അല്ല, അല്ല, ആ ചാൻസ് പോയി. ഇനി നിങ്ങൾക്കാണ് ശ്രീചേട്ടാ, നിങ്ങൾക്ക് മാത്രമാണ് ചാൻസ്. മൂന്നാമത്തെ ക്ലൂ ശ്രീചേട്ടാ. 10, 9, മൂളിക്കോ? 8, മൂളിയാ മതി. 7, മറ്റേ പാട്ട് മൂളിയാ പോരെ? മൂളിയാ മതി. മൂളിയാ മതി. 6, മറ്റേ ഹര ഹരോ ഹര ഹര 4, വേൽമുരുക. 3. പാട് വേൽമുരുക. പറഞ്ഞല്ലോ. എന്താ പാട്? പാട്, പാട്. സാന്തനക്കത്ത് അപ്പാട്ടില്ല. പാട്, പാട്. ലിറിക്സിന്റെ ഒരു ക്ഷാമമുണ്ട്. ആണോ? അടിപൊളി. അത് മാത്രമല്ല, രസം എന്താണെന്നറിയോ? മൃദുലയുടെ എക്സ്പ്രഷൻ ആയിരുന്നു ഈ ഇതിലെ, അതായത് ഈ ക്ലൂവിലെ ഏറ്റവും ഹൈലൈറ്റ്. നമുക്ക് അടുത്ത ക്ലൂവിലേക്ക് പോവാം. അടുത്ത പാട്ട്, ഒന്നാമത്തെ ക്ലൂ. ആരാണ് പറഞ്ഞത്? ഇവിടെ ഒന്ന്. ഒന്നാരാ? പാടിക്കോ. 10 മൊയ്തീന്റെ പട്ടം. അത് പറഞ്ഞിട്ട് കാര്യമില്ല, പാട്ട് പാടണം. 8, 7, സമയം നിങ്ങൾക്ക് വെടിവെക്കല്ലേ? നിങ്ങൾ 6, തുടങ്ങിയില്ലല്ലോ. 5, 4, 3, 2, 1. രണ്ട്. ഇനി ക്ലൂ വേണോ? എന്നിലെ പടച്ച പെണ്ണെ. ശരിയാണോ? ശരിയാണോ?
അല്ല ഈ പാടുന്നതിന്റെ പാട്ട് നിർത്തുന്നുണ്ടെന്ന് പറയണോട്ടോ ഈ രാഗം അടുത്ത പാട്ട് വരുന്നു, ആദ്യത്തെ ക്ലൂ വരുന്നു. മനസ്സിലായോ? ശ്രീചേട്ടൻ അമർത്തിയോ? ആരാണ്? ഷീജേട്ടനാണോ? ഒന്നാരാ? ശ്രീചേട്ടൻ. ഷീജേട്ടൻ, come on. തട്ടത്തിൻ മറയത്തും അതിലൊരുപാട് പാട്ടുണ്ട്, ഏതെങ്കിലും പറ. ഇങ്ങനെ പറഞ്ഞു കൊടുക്ക്. എന്നെയോ 9. ഓ, ആയോ? ഓ, കേട്ടോ, 7 വെറും അഹങ്കാരം. 5 4 3 ചിപ്പിപ്പോൾ അതല്ലേ ചിപ്പി. ഉറപ്പാണോ? ശരിയാണോ? അടിപൊളി. ശരിക്കുണ്ടല്ലോ, മാത്തു. ടീം ബി ഇങ്ങനെ നോക്കി നിൽക്കായിരുന്നു. ആ. അവരെങ്ങനെയെങ്കിലും ടൈം ഔട്ട് ആയി കഴിഞ്ഞിട്ട് അടുത്ത പാട്ട് പാടാൻ വേണ്ടിട്ട്. അതെ, പുലിയാണ് നിൽക്കണത്. മൃദുല, എന്തോ അവര് രണ്ടുപേരും പോയിന്റുകളായിട്ട് ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ആദ്യത്തെ പാട്ടിന്റെ ക്ലൂ ശരിക്ക് പിടിച്ചത് മൃദുലയാണ്. ഇതേവരെ ഒരു പോയിന്റ് പോലും നേടാൻ പറ്റിയിട്ടില്ല. പേര് ശരിയല്ല. ലാസ്റ്റിലെല്ലാം കൂടി കൊണ്ടുപോകാന്ന് വിചാരിച്ചിട്ടാണ്. വെയിറ്റ് ചെയ്യാം. അല്ല കുഴപ്പമില്ല, അവസാനം വരെയുള്ള കോൺഫിഡൻസ് നല്ലതാ. അരുണിന്റെ പേര് അരുൺ എന്ന് തന്നെയല്ലേ? അത് തന്നെയാണ്. MS ധോണി എന്നൊന്നല്ലല്ലോ. ശരി, ഏറ്റവും ലാസ്റ്റ് പാട്ട് കിട്ടിയോ? അമർത്തിയതാണോ? അമർത്തിയാണോ? അല്ല, അത് പതിവ് പോലെ എല്ലാ പ്രാവശ്യവും. അല്ല അവര് പറയട്ടെ, അത് കഴിഞ്ഞിട്ട് എനിക്ക് അടുത്ത ക്ലൂ. ആ റെഡി. 10 9. ഇനി ക്ലൂ വേണോ? 8 7 മോഹമുന്തിരി എന്ന പാട്ട്. 6. ആരാണ് പറഞ്ഞത്? മോഹമുന്തിരി. മോഹമുന്തിരി correct. ആണോ? സണ്ണി ചേച്ചിയുടെ പാട്ട് ഇത്ര ആണുങ്ങൾക്ക് മനസ്സിലായില്ല, ഈ കൊച്ചു പറഞ്ഞു. അപ്പൊ നമ്മുടെ ഈ റൗണ്ട്സ് എല്ലാം കഴിഞ്ഞു. അപ്പൊ ഇതിൽ വിജയിച്ചിരിക്കുന്നത് കാശിങ്ങട് ആ ശ്രീചേട്ടനും സുസ്മിതയാണ്. സൈക്കോളജിക്കൽ മൂവ്. ഈ സെക്കൻഡ് പ്രൈസുകാർക്കൊന്നുമില്ല. ഇല്ല, സെക്കൻഡ് പ്രൈസിന് പ്രൈസ് ഇല്ല. നിങ്ങൾ 15,000 രൂപ. ABC 3 പേരും 15,000 രൂപയാണ് വെച്ചത്. അതിൽ ടീം എയുടെയും ടീം ബിയുടെയും അപ്പൊ എനിക്ക് കാശ് നമ്മൾ തിരിച്ചു മേടിക്കുകയാണ്. അവിടെ ഇങ്ങോട്ട് തരാനുള്ള ബെറ്റ് വെച്ചപ്പോ ഞാൻ മേടിക്കേണ്ടത് മേടിച്ചിട്ടില്ല. കാരണം എനിക്ക് തോൽക്കുന്നവരുടെ പൈസ വാങ്ങിക്കാൻ ഭയങ്കര ഇല്ല. ലാഭം കിട്ടും കലേഷ. ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയാം. ശ്രീചേട്ടന്റെ കയ്യിൽ ഇപ്പൊ 1,00,000 രൂപയുണ്ട്. 85,000 സൂക്ഷിച്ച് കളിക്കാം. മാത്തു, യെസ്, നമ്മുടെ അടുത്ത റൗണ്ടിലേക്ക് പോകാനുള്ള സമയമായിരിക്കും. അതെ. ഇനി കാശ് വെച്ചിട്ടുള്ള കളികളിലേക്ക് നമ്മൾ വീണ്ടും കടക്കാൻ പോവുകയാണ്. അടുത്ത റൗണ്ടിന്റെ പേര് ഒരു കഥ സൊല്ലട്ടുമാ. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ക്യാരക്ടർ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരും. വേദിയിലേക്ക് കടന്നു വന്നതിന് ശേഷം അദ്ദേഹം ചില വാക്കുകൾ, ചിലപ്പോൾ അനുപല്ലവിയായിരിക്കും, ചിലപ്പോൾ ചരണമായിരിക്കും, അതിലെ ചില വാക്കുകൾ, അത് നിങ്ങളുടെ ക്ലൂ ആണ്. എന്നിട്ട് നിങ്ങൾ അതിന്റെ പല്ലവി കണ്ടുപിടിക്കുക. അല്ലല്ലോ, ഓക്കെ അല്ലേ? എത്ര രൂപ ബെറ്റ് വെക്കുന്നു എന്നുള്ള കാര്യമാണ് ഇനി ഞങ്ങൾക്ക് അറിയേണ്ടത്. ടീം എ എത്ര രൂപ ബെറ്റ് വെക്കുന്നു? ഒരു 20,000. 20,000 വെക്കുന്നു ടീം എ. കൊള്ളാം. റിച്ചാർഡ് 25 വെച്ചു. വെക്ക്. എന്തായാലും വീശ്. 21. എച്ച് എന്ന് വെച്ച് എന്നടേ 25 വെച്ച്. എരന്ന് മേടിക്കാൻ പഴയ ഇത് തന്നെ ഇപ്പോഴും ഉണ്ടല്ലേ? നീയും ഞാനും എത്ര വെക്കും? കോടീശ്വര എത്ര? 25. അപ്പൊ 20 25 25. യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ക്യാരക്ടർ വരട്ടെ. ആൻസാണോ? അയ്യോ, അത് പേഷ്യന്റ് അല്ലേ, ഇത് കല്ലു. കല്ലു അങ്ങനെ ചിരകാല സുഹൃത്ത്. എന്റെ മാത്തു ഒന്നെങ്കിൽ ഇതിനെ വല്ല ചങ്ങലക്കിട് അല്ലെങ്കിൽ വല്ല മയക്ക് വെടി കൊടുത്ത് അവിടെ മൂലയിൽ കൊണ്ട് ഇതിനെ കണ്ടറിയാലേ പേഷ്യന്റ്. എനിക്ക് ഭ്രാന്തില്ല,
ഞാൻ പറയാൻ മറന്നു കേട്ടോ. ഇത് നമ്മുടെ എന്റെ സുഹൃത്താണ്. ഡോക്ടർ സണ്ണി എന്ന് പറയും. അതെ, അമേരിക്കയിൽ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ ചികിത്സ പോയിട്ടുള്ള ആളാ. ചികിത്സിക്കാനാണോ അതോ ചികിത്സ തേടി പോയതാണോ? ഒരുപാട് സ്ഥലത്തുനിന്ന് പോയിട്ട് ആളെ നന്നായിട്ട് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 ഭ്രാന്തന്മാരിൽ 4 ഇവരാ. രാവണൻ. ആരും സഞ്ചരിക്കാത്ത വഴിയിലൂടെ സഞ്ചരിക്കും. അത് കടന്നു വന്നപ്പോ തോന്നി. വന്നപ്പോ തോന്നി. വരവ് കണ്ടപ്പോ തന്നെ തോന്നിയില്ലേ? ഇവിടുത്തെ നാഗവല്ലിനെ ഞാൻ പൊക്കിക്കൊണ്ടേ പോകത്തുള്ളൂ. നമ്മൾ ഇവിടുന്ന് നാഗവല്ലിനെ ഒഴിപ്പിക്കും. ഈ കൂട്ടത്തിൽ പലരും നാഗവല്ലിയാകാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ഈ കുട്ടിയാണോ നീ പറഞ്ഞ ശ്രീദേവി? കെട്ടുമട്ടും കണ്ടിട്ട് അങ്ങനെ. അതെ, ശ്രീദേവി. എന്താ അഴക്. ഓക്കെ, ശ്രീദേവിനെ എനിക്കൊന്ന് തനിച്ച് കാണേണ്ടി വരും. ഇത് ചികിത്സയുടെ ഭാഗമാണ്. ഞാൻ പറഞ്ഞില്ലേ, ആരും സഞ്ചരിക്കാത്ത വഴിയിലൂടെ ഞാൻ സഞ്ചരിക്കുള്ള ഒരു ഭ്രാന്തനെ പോലെ. ഷിജിക്കുട്ടൻ, നിങ്ങളുടെ ഹെലികോപ്റ്റർ ഒന്ന് വേണ്ടി വരും. കാരണം കണ്ടെന്നറിയോ, ചിക്കാഗോയ്ക്ക് തിരിച്ചു പോകാൻ. ചിക്കാഗോയ്ക്ക് ചിലപ്പോ പെട്ടെന്ന് അർജന്റായിട്ട് തിരിച്ചു പോകേണ്ടി വരും. ഇപ്പൊ തന്നെ കയറ്റി വിടേണ്ടി വരുമെന്ന് തോന്നുന്നുണ്ട്. ഇല്ലില്ല, ഞാൻ ഇവിടുത്തെ മനോരോഗ്യം കൊണ്ടേ പോകും. ആയിക്കോട്ടെ. ഇവന് രാത്രിയിൽ ഇറങ്ങി നടക്കുന്ന സ്വഭാവം ഉണ്ട്. എല്ലാരും ഞാൻ എപ്പോഴും കാണുന്നു. ഇല്ലേ, ഇറങ്ങി നടക്കുന്ന ഞാൻ എവിടെ പോയാലും ഈ രൂപം എന്റെ ഫ്രണ്ട് വന്നിരിക്കുന്നു. നീ എവിടെ എന്തിനു പോകുന്നു? മൂത്രം ഒഴിക്കാൻ. പതുക്കെ പറ. ഇതിന് മാത്രം മൂത്രം എവിടുന്ന? നിങ്ങളുടെ പഞ്ചായത്തിലുള്ള എല്ലാവരുടെയും മൂത്രം നീ തന്നെയാണ് ഒഴിക്കുന്നത്. അപ്പൊ എന്തായാലും ഞാന് ഭ്രാന്തിന്റെ ഗവേഷണം മാത്രമല്ല, മ്യൂസിക്കിലും ഒരു ചെറിയ ഗവേഷണം നടത്തിയാണ് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതുവരെ ഈ അമേരിക്കയിൽ പോയി നമ്മൾ തയ്യാറാക്കിയ പ്രബന്ധത്തിൽ നിന്നും ഇവർക്ക് ചില ഏടുകൾ സമ്മാനിക്കണ്ടേ? നമുക്ക് തീർച്ചയായും കൊടുക്കണ്ടേ. ഞാൻ പഠിച്ചു വെച്ച ശാസ്ത്രമാണ് ചോദ്യങ്ങളിലൂടെ നിങ്ങളിലേക്ക് വരുന്നത്. ആ ശാസ്ത്രം നിങ്ങൾ സ്നേഹത്തോടെ എനിക്ക് തരുമ്പോൾ സമ്പത്ത് ഞാൻ വാരിക്കൂരി അങ്ങോട്ട് തരും. പോരെ? എന്റെ ശ്രീദേവിയോട് ചോദിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് അങ്ങ് പകരുകയാണ്. ശ്രീദേവി, ഐ ലവ് യു. നമുക്കൊന്നിച്ച് ആകാശത്തോണിയേറാം, നിറമുള്ള നക്ഷത്ര താലി ചാർത്താം, നിന്നോല കണ്ണീല ഉന്മാദമുണർത്തുന്നു കുളിരിനോ കൂട്ടിനോ. അതെ, കൂട്ടി ഞാൻ വരാം. ഇനി അതിന്റെ ഉത്തരവാണ് അപ്പൊ എന്റെ കാര്യം ഏതാണ്ട് ഓക്കെ ആയി കേട്ടോ. നിലവിലുള്ള ഒരു ചരിത്രം വെച്ചിട്ട് ഞാൻ പറയാം. അതായത് ഡോക്ടർ സണ്ണി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ കിട്ടാൻ വേണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ശ്രീദേവി കാത്തിരിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർക്കിടയിലെ ആത്മബന്ധം ഉണ്ടല്ലോ, അത് തീരെ സജീവല്ല. അപ്പൊ അവര് ബലക്കുറവുണ്ട്, ഭയങ്കര ബലക്കുറവുണ്ട്. കറക്റ്റ് ചാൻസ് ആണ്. ഇപ്പൊ ഇടിച്ച് ഉലഞ്ഞ് നിൽക്കുകയാണ്. ഇപ്പൊ പിടിച്ചാ പിടിക്കാം. എന്തായാലും എന്റെ ശ്രീദേവി, നിന്നെ ഞാൻ ഇവരുടെ എല്ലാവരുടെയും സമക്ഷത്ത് നിർത്തി താലി കെട്ടി കൊണ്ടുപോയിരിക്കും. നീ ഇവിടെ ഇങ്ങനെ മൂക്കത്ത് കൈയും വെച്ചിരിക്കും. ഡോക്ടർ സണ്ണി, ഞാൻ ഓട്ടോറിക്ഷ എടുത്തു തരാം. യെസ് സർ. ഈ വഴിയരികിൽ, ഈ തിരുനടയിൽ പൊന്നിൻ മുകൾ തരും ഇളം നിറം വാരിച്ചൂടി, മഞ്ഞിൻ തുകൽ പടം ഇടും സുമതടങ്ങൾ പൂകി, മരന്ത ഗണങ്ങൾ ഒഴുക്കി മനസ്സിൽ. ആരാണോ ഒന്ന് മറ്റേ ദൂതും തേടി പൊൻവീണേ എന്നുള്ളിൽ. അല്ലല്ലോ, ആണോ? വീട്ടിൽ നിന്നും വീട്ടിൽ വന്ന പൈങ്കിളി. ഇവിടെ കിട്ടി. ഡോക്ടർ സണ്ണി കറക്റ്റ് ആണോ? യെസ്, കറക്റ്റ് ആണോ? മാത്തു, ഇപ്പൊ ടീം എയും ടീം സിയും ഓരോ പോയിന്റുകളുമായിട്ട് നിൽക്കുകയാണെങ്കിൽ ഡോക്ടർ സണ്ണി ഇനിയും പാട്ട് പാടേണ്ടി വരും. ഇനി ഒരു ഒറ്റ പാട്ട് കൂടി ഡോക്ടർ സണ്ണി കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇതേപോലെ ഒക്കെ തന്നെ പറഞ്ഞു തരും. അതിൽ നിന്നും കറക്റ്റ് ആയിട്ട് പിടിക്കാം. റെഡിയാണോ? അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയ സ്നേഹിതരെ, ഇവിടെ നാഗവല്ലിയുണ്ട്. നാഗവല്ലിയെ ഞാൻ പൊക്കും. അതിനു മുമ്പ് ലാസ്റ്റ് പാട്ട് ഞാൻ പാടാൻ പോവുകയാണ്. എന്തിനിത്ര നാളും നിന്നിൽ കുങ്കുമം ചൊരിഞ്ഞു സൂര്യൻ, കണ്ണിലെ നിലാവിൽ പൂത്തതേതാമ്പൻ, എത്ര കോടി ജന്മം കാത്തിരുന്നു നിന്റെ ദേവൻ. പ്രായം തമ്മിൽ മോഹം നൽകി മോഹം നൽകി.
അതെ. എന്തോ അപ്പൊ പോകുന്നതിന് മുമ്പ് എനിക്കൊരു സമ്മാനം ഇദ്ദേഹത്തിന് കൊടുക്കാം. കിണ്ടി. അവൻ പറയണ്ടായിരുന്നു അവിടുന്ന് ആരോ അടിച്ചോണ്ട് പോയെന്ന്. ഇനി 5 മിനിറ്റ് വെളിയിൽ ഇറങ്ങാൻ തോന്നുമ്പോ ഈ കിണ്ടി ഓർത്താ മതി. പിന്നെ ഇറങ്ങിയാലും ഇച്ചിരിയുടെ വലിയ കിണ്ടി തരും. അല്ല, നീ 5 മിനിറ്റിന് അത് മതി. അതെ. അല്ല, എനിക്കൊരു പണി ബാക്കിയുണ്ട്. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ വിജയിച്ചിരിക്കുന്നത് ടീം സി ആണ്. കാശ് കൊടുക്കാനും വാങ്ങാനും ഒക്കെ ആയിട്ട് അതൊന്ന് ക്ലിയർ ആക്കിയിട്ട് ബാക്കി ഡോക്ടർ സണ്ണി സെറ്റിൽ ചെയ്യാം. ഓക്കെ. ഇതാ 50,000 രൂപ. അടിപൊളി. നമുക്ക് എന്തായാലും ടോട്ടൽ ഇപ്പൊ എത്ര രൂപ ഇവരുടെ കയ്യിലുണ്ടെന്ന് അറിയട്ടെ. ടീം എയുടെ കയ്യിൽ 65,000 രൂപ ഇരിക്കുന്നുണ്ട്. ടീം ബിയുടെ കയ്യിൽ 60,000 രൂപ ഇരിക്കുന്നു. ടീം സിയുടെ കയ്യിൽ 1,25,000 രൂപ. എന്താ തപ്പുന്നത് ഇവിടെ? അവിടെ എന്താ തപ്പുന്നത്? അതെ, ഈ ചിലങ്ക ഓർമ്മയുണ്ടോ? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കല്ല് കണ്ടിട്ടുണ്ടോ ഈ ചിലങ്ക? ഇത് നാഗവല്ലിയുടെ ചിലങ്ക. അല്ലല്ല, ഈ ചിലങ്ക ഞാൻ ബ്രോഡ്വേന്ന് മേടിച്ചോണ്ട് വന്നതേ ഉള്ളൂ. എന്നോടാണ് തർക്കിക്കുന്നത് സണ്ണി. ഇത് നാഗവല്ലിയുടെ ചിലങ്ക. സത്യം. ഞാൻ കുറെ സാധനങ്ങൾ തെളിയിക്കാൻ പറ്റുമെങ്കിൽ തെളിയിക്കട്ടെ അല്ലേ? കാണാം. ഇത് കണ്ടോ? ഇതെന്നാ മുറുക്കാൻ മതിയോ? അല്ല, ഇത് നാഗവല്ലിയുടെ അരഞ്ഞാണ്. ഈ മാല കണ്ടോ? ഇതെന്താണ്? ഇത് കണ്ടോ? ഇത് കണ്ടോ? നാഗവല്ലിയുടെ നെറ്റിയിലിടുന്ന നെറ്റി ചുട്ടി കണ്ടിട്ടുണ്ടോ? ഇതേ ഇതെന്നാ? നാഗവല്ലിയുടെ ചിലങ്ക. നാഗവല്ലിയുടെ ചിലങ്ക. നാഗവല്ലിയുടെ ചിലങ്കയോ? ഇത് കല്ലു. നാഗവല്ലി. ഇതാ നാഗവല്ലി. സത്യം പറ, നിങ്ങളാരാ? ഇതാരാ? ഇതാരാ? അത് നമ്മുടെ ഷിജു. ഇതാരാ? ഇത് കിണ്ടി. ഇതാരാ? ഇത് രാമനാഥൻ. അപ്പൊ ശങ്കരൻ തമ്പി. ശങ്കരൻ തമ്പി ഞാനാണ്. ശങ്കരൻ തമ്പി. നാഗവല്ലി ഉന്നെ വിടമാട്ടെ. എന്നെ ഒരിടത്തും വിടാൻ മാട്ടേന്ന് ഇങ്ങനെ ദുർഗാഷ്ടമി. നാളെ തിങ്കളാഴ്ച. നാളെ ഉന്നെ കൊന്ന് നാളെ ഉൻ രക്തത്തെ കുടിച്ച് നാളെ ഞാൻ ഓങ്കാര നടനം ആടുവേൻ. അതെ, നാളെ എന്താ ഇന്നങ്ങോട്ട് ചെയ്താ പോരെ? ഇന്ന് ത്രില്ലില്ല, നാളെ ചെയ്യുമ്പോഴാണ് നല്ലത്. എല്ലായിടത്തും പോയി എല്ലാം കണ്ടു. ഇതെല്ലാം ചെയ്തത് മാത്തുവും കല്ലുവാണ്. അതുകൊണ്ട് മാത്തുവിന്റെ തൂവും കല്ലുവിന്റെ കായും അങ്ങ് കണ്ടിച്ചു കളഞ്ഞു. അയ്യേ, അത് പറ്റൂല. മാത്തുവിന്റെ തൂ കണ്ടിച്ചോ, പക്ഷെ കല്ലുവിന്റെ കാ കണ്ടിക്കരുത്. അതെന്താ? മോശ. മാത്തുക്കുട്ടി, എനിക്ക് പഴയ കല്ലുവിനെ തിരിച്ചു കിട്ടണ്ടേ? അവന്റെ കാ കണ്ടിക്കണം. അല്ലെങ്കിൽ ഞാൻ എന്റെ പണി നിർത്തി പോകും. മാധു, നമ്മുടെ അടുത്ത റൗണ്ട് എനിക്ക് വളരെ ആനന്ദം പ്രദാനം ചെയ്യുന്ന റൗണ്ടാണ് മാധു. അതിന് കാരണം എന്താന്ന് ചോദിച്ചാൽ, എന്താ അടുത്ത റൗണ്ട് എന്ന് പറഞ്ഞാൽ ഓ കിളിപ്പോയി. വന്നിരിക്കുന്നത് അറിയുന്ന കിളി പറത്തുന്ന ഒരു റൗണ്ടാണ് ഇനി ഇവിടെ സംഭവിക്കാനായിട്ട് പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഉപകരണം ഈ വേദിയിലേക്ക് കൊണ്ടുവരും. ഒരുപാട് പേരുകൾ ആ ഉപകരണത്തിനുണ്ട്. പക്ഷെ തൽക്കാലത്തേക്ക് ഞങ്ങൾ ആ ഉപകരണത്തിന് നൽകിയിരിക്കുന്ന പേര് തരിപ്പ് സിംഹാസനം. ആ തരിപ്പ് സിംഹാസനത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ തരിപ്പ് അനുഭവപ്പെടും. അതായത് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ടീമിലെ 2 പേരും ഇങ്ങോട്ട് വരിക. നമ്മൾ ഇട്ടിരിക്കുന്ന തരിപ്പ് സിംഹാസനത്തിൽ ഇരിക്കുക. അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ ചെവിയിൽ നമ്മൾ ചെറിയൊരു ഹെഡ്ഫോൺ വെച്ച് കൊടുക്കും. അതിനുശേഷം നമ്മൾ അവിടെ ഇരിക്കുന്ന ആളെ കൊണ്ട് ഒരു പാട്ട് പഠിപ്പിക്കും. ഈ പാട്ട് ഏതാണെന്ന് ഈ ഹെഡ്ഫോൺ വെച്ച് നിൽക്കുന്ന ടീം അംഗം പറഞ്ഞു കൊടുക്കാം. നിങ്ങൾക്കൊന്നും കേൾക്കാൻ പറ്റൂല, പക്ഷെ ലിപ്പിൽ നിന്ന് നിങ്ങൾക്ക് പിടിക്കാൻ പറ്റും ഏതാണ് പാട്ടെന്ന്. പിന്നെ അവിടെ ഇരിക്കുന്ന ആൾക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെറിയൊരു തരിപ്പ് കൊടുക്കും. മിന്നും 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 മിന്നാ മിന്നി മിനുങ്ങും മിന്നും മിന്നുങ്ങി ഓർമ്മകൾ വാസന്ത ഉണരുമി ഗാനം. ടീമേ എത്ര ബെറ്റ് വെക്കുന്നു? നമ്മള് വീണ്ടും ഒരു 30,000 അങ്ങോട്ട് വെക്കും. ടീം ബി 30 മൂന്നുപേരും 30. ഹലോ, അങ്ങനെയാണെങ്കിൽ തരിപ്പ് സിംഹാസനം വരട്ടെ. ടീം എ റെഡിയാണ്. തരിപ്പ് സിംഹാസനത്തിൽ മൃദുല ഇരുന്ന് കഴിഞ്ഞു. അതെ, എങ്ങനെയുണ്ട്? രസമുണ്ടോ? കുഴപ്പമില്ല. ഇരിക്കുന്ന കണ്ടാൽ തന്നെ എന്തൊരു രാജകീയ ഭാവമാണ് നോക്ക്. ഞാൻ ഇതിനു മുൻപ് ഇങ്ങനെ ഇരിക്കുന്ന കടകണെന്നറിയോ? ബാഹുബലി സിനിമയിലെ രമ്യ കൃഷ്ണനാണ്. അതെ, എന്ത് രസം നോക്കി. 3 മിനിറ്റ് കൊണ്ട് 10 പാട്ടുകൾ. 3, 2, 1 സ്റ്റാർട്ട്.
മയങ്ങിപ്പോയി മയങ്ങി അയ്യോ കൈ മയങ്ങി മല്ലി ആ. മല്ലിക അല്ല. മയങ്ങി മയങ്ങി ആ. മയങ്ങി മയങ്ങിപ്പോയി പോയി മയങ്ങിപ്പോയി മയങ്ങിപ്പോയി ഞാൻ. മയങ്ങിപ്പോയി ഞാൻ മയങ്ങിപ്പോയി എന്നോ ആ. എന്നോ എന്നോ കേട്ടോ കേട്ടോ എന്ത് പറ്റി? എന്നോട് കേട്ടോന്ന് എന്നോട് എന്നോട് എന്നോടാ എന്തിന് എന്തിന് എന്ത് എന്തിന് പിണക്കം പേരാ മൃദുല മൃദുല പേര് പുറത്തു എന്തിന് എന്ത് എന്തിന് എന്ത് ആ എന്തിന് പിണക്കം എന്ത് എന്നോട് എന്തിനീ പിണക്കം ഒരു കൊട്ട പൊന്നുണ്ടല്ലോ, ഒരു കൊട്ട പൊന്നുണ്ടല്ലോ. ഒരു ഒന്ന്. ഒരു ആ, ഒന്ന്. കൊട്ട ഒന്ന് കണ്ടാൽ എന്ത് പറ്റി? കണ്ടാൽ ബാക്കി പാട്. ഒരു കൊട്ട പൊന്ന് പൊന്ന് പൊതിയോ അവളോട് ആക്ഷൻ കാണിക്കുക ആക്ഷൻ ആക്ഷൻ കാണിക്കേ. കൊട്ട ആ കറക്റ്റ് കൊട്ട കൊട്ട ആ. പൊന്ന് ഒരു പൊന്ന് കൊട്ട പൊന്നുണ്ടല്ലോ രക്ഷപ്പെട്ടു ആ മിന്നും മിനാമിൻ. മിന്നും 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 മിന്നാ മിന്നി മിനുങ്ങും മിന്നും മിന്നുങ്ങി മിനുങ്ങും മിനുങ്ങും മിന്നാ ശരി ആ ഓല ഓല ഏ ഓലയിലെ ഓല ഓല തെങ്ങോല ഓല ബാക്കി പാട്. ഓലഞ്ഞാലി ആ. ഓലഞ്ഞാലി കുരുവിയോ ആ. കുരുവി ഓലഞ്ഞാലി കുരുവി ഓല ചിങ്കാര കിന്നാരം ചിരിച്ചു. ആ, ചമ്മേ. വേഗം വേഗം. ആ. ചിങ്കാര ചിങ്കാര കിന്നാരം ചിങ്കാര 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 താളം. ചിങ്കാര ചിലങ്ക 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 ചിങ്ക അടുത്ത പാടാം ആ, അടുത്ത പാട്ട്. ഓക്കെ അടുത്ത പാട്ട്, അടുത്ത പാട്ട്. ഇതച്ചത്തും കാറ്റേ കൊതിച്ചെത്തും കാറ്റേ. ഇതച്ചെത്തും എന്തെങ്കിലും പറ്റിയോ? എന്തെങ്കിലും പറ്റിയോ? കിതയ്ക്കുന്നു കിതയ്ക്കുന്നു എന്തേലും പറ്റിയോ? ഇതച്ച് ആ കിതപ്പ് കാണിച്ചതാ. കിതച്ച്. ഇതച്ച് കിതച്ച് ആ. കാറ്റ് കുതിച്ചെത്തും കാറ്റ് കള്ളിപ്പൂങ്കുയിലെ കള്ളി. ആ. സമയം തീരെ പോണോ കള്ളി. കള്ളിപ്പൂങ്കുയിലെ കള്ളിപ്പൂങ്കുയിലെ ആ. 8 7 നാടോടി 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 ബാക്കിയും കൂടെ പാടിക്കോ. നാടോടി പൂന്തിങ്കൾ പൂന്തിങ്കൾ പൂത്തിങ്കൾ ആ. പൂത്തിങ്കൾ ആ. മുടിയിൽ താലോല പൂത്തിങ്കൾ മുടിയിൽ അതന്നെ. ചൂടാം ഓക്കെ ടൈം ഔട്ട് 3 മിനിറ്റിൽ 8 പാട്ടുകളാണ്. യെസ് അത് മാത്രമല്ല, ഞാൻ ഇവിടെ നിൽക്കുന്ന ആളുടെ ഇത് ആലോചിച്ച് നോക്കി. കാരണം ഇവിടെ ഈ തരിപ്പ് കൂടെ വരുന്നോണ്ടേ എനിക്ക് ഇതാണ് കൊട്ട അപ്പോ മൈജിയുടെ ഈ ഹെഡ്സെറ്റ് ആരാണ് വെക്കാൻ പോകുന്നത്? ഈ കിരീടം ആരുടെ തലയിലാണ് ഇരിക്കുന്നത്? ആ സിംഹാസനത്തിൽ ആരാണ് ഇരിക്കുന്നത്? ടീം ബി വരട്ടെ. അതോ യെസ് കലു. സോനുവിന്റെ സന്തോഷം കണ്ടോ? ആ ഇരിക്കുന്നതിന് മുമ്പ് തന്നെ ചാടിക്കൊണ്ടിരിക്കുക. ഓക്കെ നമുക്ക് എന്തായാലും കളി തുടങ്ങാം. കളി തുടങ്ങാം. 3 മിനിറ്റിൽ 10 പാട്ട്. Yes, your time starts now. ശ്രീരാഗമോ ശ്രീരാഗമോ തേടുന്നു ഞാൻ. Yes. നിലാവേ മായുമോ നിലാവേ മായുമോ നിലാവേ മായുമോ Yes. കൈ കൈ കൂടന്ന നിറയെ നിറയെ കൈ 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 കൂടന്ന കുടന്ന കൈക്കുടന്ത കുടന്ന നിറയെ കൈക്കുടന്ത നിറയെ Yes, പൂങ്കാറ്റിനോട് കിളികളോട് ആ കിളി പോയി. കിളികളോട് കിളികളോടും ആ, അങ്ങനെ. പൂങ്കാറ്റിനോട് കിളികളോട്. ഓക്കെ ഉണ്ണിമണി മണി ഉണ്ണിമണി ചെപ്പ് 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 ഉണ്ണിമണി ചെപ്പി തുറന്നു. അടിപൊളി. തുമ്പി തുമ്പി വാ ആര്? തുമ്പി എടാ തുമ്പി 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 വാ പറവേ തുമ്പി വാ തുമ്പി വാ. പെണ്ണിന്റെ ചെഞ്ചുണ്ടിൽ നിന്നെ പെണ്ണിന്റെ പെണ്ണ് പെണ്ണ് ഏ? പെണ്ണ് പെണ്ണ് മണി. പെണ്ണ് പെണ്ണ് മനസ്സ് പെണ്ണിന്റെ ചെഞ്ചുണ്ടിൽ മണിച്ചുണ്ടൽ. കുഞ്ചി. പെണ്ണ് പെണ്ണ് ഞാനാരാ പെണ്ണ് പെണ്ണ് ആണോ? പെണ്ണ് പെണ്ണ് അവന് തോന്നണല്ലോ, അതാണ് പ്രശ്നം. പേ, 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 പേ. പ്രേതം പെണ്ണിന്റെ പെണ്ണ്. മാനസ മൈനേ വരൂ മാനസഭേന വരും. ഓർമ്മതൻ വാസന്ത നന്ദൻ. ആ, ഓർമ്മതൻ ഓർമ്മകൾ വാസന്ത ഓർമ്മതൻ വാസന്ത നന്ദന ചോപ്പിൽ ഒരു പുഷ്പം മാത്രം. ദേവാങ്കണങ്ങൾ
ദേവാങ്കണങ്ങൾ എന്തായാലും 10-ൽ 9 ഉണ്ട് അല്ലേ? 3 മിനിറ്റിൽ 10-9. തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് പോഡിയത്തിലേക്ക് തിരിച്ചു പോവാം. എന്നിട്ട് ടീം സിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ കിരീടവും സിംഹാസനവും കൈമാറുകയാണ്. 3 മിനിറ്റ് 10 പാട്ട്. ഓക്കെ, 1 2 3 സ്റ്റാർട്ട്. ആടിവാക്കാറ്റേ കറക്റ്റ്. കാതോട് കാതോട് കാതോരം. ശരി. പാടം പൂത്ത കാലം. ശരി. രാമായണക്കാറ്റ് എന്നീ രാമരിക്കാറ്റ്. രാമായണക്കാറ്റ്. ശരി. ഓർമ്മകൾ ഓടിക്കളിക്കുവാനത്ത്. ഓർമ്മകൾ ഓടിക്കളിക്കുവാനത്ത്. ഓർമ്മകൾ ഓർമ്മകൾ ഓടി കളിക്കുവാൻ. ഓർമ്മകൾ ഓടിക്കളിക്കുവാൻ. അതാണ് മാണിക്യമലരായ മാണിക്യം. അടുത്തത് എന്റെ കൽബിലെ ഉണരുമി ഗാനം. ഗാനം പാട്ട്. അല്ല, ഉണരുമി ഗാനം. ചെമ്പകപ്പൂങ്കാട്ടിലെ ചിത്രമണി. ചെമ്പകപ്പൂങ്കാട്ടിലെ പൊന്നും പൂവും ഇനി മാണിക്യമലരായ പൂവി. മലരായ പൂവി. മന്ദാര പൂവേ. കിരീടവും സിംഹാസനവും വെച്ച് കരുത്തുറ്റ മത്സരമാണ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ടീം എ ആകെ 8 പാട്ടുകൾ മാത്രമേ പാടിയുള്ളൂ. ടീം ബി 9, ടീം ബി, ടീം സി എന്നിവർ 9 പാട്ടുകൾ വീതം പാടിയിരിക്കും. അതെ. അപ്പൊ ആ കൂട്ടത്തിൽ ഒരാളാണ് വിന്നർ. ആരാണ് വിന്നർ എന്നുള്ള കാര്യം നമുക്ക് ഇനി അറിയേണ്ടത്. 8 സെക്കൻഡിന്റെ വ്യത്യാസത്തില് ടീം സി ആണ് ജയിച്ചിരിക്കുന്നത്. വെറും 8 സെക്കൻഡിന്റെ വ്യത്യാസത്തിലാണ്. തരല് മാത്രമുള്ള ഒന്നും കൊണ്ട് തരുന്നില്ല. അപ്പൊ ടീം എ എത്രയാണ് എനിക്ക് തരുന്നത്? 30,000. വീണ്ടും 30 കൊണ്ടുപോ. 90 എണ്ണി നോക്കിയോ? 90. മാത്തുക്കുട്ടി അല്ല, കല്ലു തരുന്നോണ്ട് എനിക്ക് വിശ്വാസം. മാത്തുക്കുട്ടി, യങ്സ്റ്റേഴ്സ് എത്ര പേരുണ്ട് മത്സരിക്കാൻ? ഒരുപാട് പേരുണ്ട്. ഞാൻ സ്കോർ പറഞ്ഞുതരാം. ടീം എ 35,000. ടീം ബി 30,000. ടീം സി 1,85,000. അടുത്തൊരു ഹെലികോപ്റ്റർ നമ്മളെ മേടിക്കാൻ പറ്റുമോ ഇങ്ങനെ പോയാൽ? ഓക്കെ, എന്തായാലും മികവുറ്റ രീതിയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് തൽക്കാലം ഈ റൗണ്ട് ഇവിടെ അവസാനിപ്പിച്ചിട്ട് അടുത്ത റൗണ്ടിലേക്ക് കടക്കാം. ജോസഫേ കുട്ടിക്ക് മലയാളം അറിയാം എന്ന് പറയുന്ന ലാസ്റ്റ് റൗണ്ട്. ഈ റൗണ്ടാണ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള റൗണ്ട്. കുട്ടിക്ക് മലയാളം അറിയാം. അതായത് ഈ റൗണ്ടിൽ എന്ത് സംഭവിക്കാം, കാര്യങ്ങൾ ചിലപ്പോൾ മാറി മറിഞ്ഞ് പോകാം. അതെ, എന്റെ വായനശാലയിൽ ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഒരു റിയാലിറ്റി ഷോയിൽ വന്നിരുന്നിട്ട് ഒരു പാട്ട് പാടണം. പക്ഷെ ഭയങ്കര നാണമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഓക്കെ, എന്റെ കൂടെ പോരെ. നമ്മുടെ കൂടെയുള്ള ആൾക്കാരെല്ലാവരും നല്ല രസമുള്ള ആൾക്കാരാണ്. അവർ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കും, നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. അപ്പൊ അത് കാരണം കൊണ്ട് നിങ്ങൾ ധൈര്യം കൊടുക്കുകയാണെങ്കിൽ ആ പെൺകുട്ടി ഇവിടെ വന്നിട്ട് ഒരു പാട്ട് പാടാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ കസാക്കിന്റെ ഇതിഹാസം എടുക്കാൻ പോയ സമയത്ത് പുള്ളിക്കാരി അവിടെ ഇരിക്കുന്നു, വായിച്ചിരിക്കുന്നു. ഞങ്ങൾ അവിടെ നിന്നിട്ട് പരിപ്പോട തിന്നും, കപ്പലണ്ടി തിന്നും, ചായ കുടിക്കും. ആ കുട്ടി വരുമ്പോ ആ കുട്ടിയോട് തന്നെ ചോദിച്ചു നോക്കാം, ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ? വരുമ്പോ തന്നെ ചോദിച്ചേക്കും, പരിപ്പോടയും ചായയും തിന്നാറുണ്ടോ ചോദിക്കാം ഒരുമിച്ച്. ഞാൻ ഒരു കാര്യം പറയാം. ഒരു കാര്യം, ഞാൻ സംസാരിക്കുന്നേ ഇല്ല. നിങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിച്ചോ. ഓക്കെ, ഇനിയിപ്പൊ ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഞാൻ അങ്ങനെ ചോദിച്ചു പറയിപ്പിച്ചതാണെന്ന് വിചാരിക്കും. ഞാൻ ഇനി ഈ റൗണ്ടില് അച്ഛൻ ആ പെൺകുട്ടിയോട് സംസാരിക്കൂല. കല്ലൂര് എന്തൊക്കെ സംശയം ഉണ്ടോ അതെല്ലാം ചോദിക്കും. വിളിക്ക് നീ. മീനാക്ഷി കുട്ടി വാളി.
കല്ലു മാത്രം ഹാൻഡിൽ ചെയ്യും, ഞാൻ ഇത് ഹാൻഡിൽ ചെയ്യാം. അതല്ല ഈ നീ എന്തിനോട് മാത്ത്- വരണേ? ഏയ്, ചോദിക്കട്ടെ, ഞാൻ കേട്ടല്ലോ. മനസ്സിലാക്കിയേ ഇവനോടൊപ്പം ലൈബ്രറി പോയിട്ട് കസാക്കിന്റെ ഇതിഹാസം വായിച്ചിട്ട് പരിപ്പൂടെയും ചായയും കുടിച്ചിട്ടുള്ളൂ എന്ന് ചോദിച്ചു നോക്കിയേ. നൈൻ ഡയറി ആണോ കസാക്കിന്റെ ഇതിഹാസമാണോ എന്ന് ഞാൻ What is your ഓർക്കുന്നില്ല. name? What is your- ലിയാന, ഏ? ലിയാന. ഇതിന്റെ പേര് ലത എന്നാണ്. നീ പറഞ്ഞ മീനാക്ഷി അല്ല. You ലത. know him? Do you meet him in the library every day? ബർഗർ ബർഗർ സാൻഡ്വിച്ച് Not every day, but sometimes. മാത്തുക്കുട്ടിയുടെ നാട്ടില് ഒരു പെണ്ണുങ്ങളും മാത്തുക്കുട്ടിയായിട്ട് എന്തായാലും പരിപ്പോടെ തിന്നാൻ പോയില്ല. ഇവന്റെ സ്വഭാവം കൃത്യമായിട്ട് I like അറിയാവുന്നതുകൊണ്ട് Indian. ഇതൊന്നും അറിയാൻ പാടില്ലാത്ത ഏതോ ഒരു ലത കൊച്ച്. വെരി ഫ്രം I'm from Ukraine. ഉക്രൈനിൽ നിന്ന ഒരു കൊച്ച് ഇവന്റെ ഈ ദുഷ്ട ചിന്തകളൊന്നും അറിയാതെ ഇവനുമായിട്ട് ചങ്ങാത്തത്തിലായി പരിപ്പോടെ നിന്നാണ് ചായ കുടിച്ചാണ്. He's just flirting with you, and then I understand. എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി. ലോകത്ത് എവിടെയാണെങ്കിലും പഞ്ചായത്ത് അടിക്കുന്ന ഒരുപോലെ കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. നമ്മുടെ ലതയോട് ലത റൈറ്റ് Liana. ലെന ഹെഡ്ഫോൺ വെക്കും. എന്നിട്ട് ഹെഡ്ഫോണിലേക്ക് ഇദ്ദേഹം ജോ ഒരു പാട്ട് കൊടുക്കും. ആ പാട്ട് ലെന പാടും. ആ പാട്ട് നിങ്ങൾ പാടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ പാട്ട് മത്സരം തുടങ്ങുന്നു. ഹെഡ്ഫോൺ വെച്ച് വിടും. മൈജിയുടെ ഹെഡ്ഫോൺ വെച്ചു. എന്തായാലും ഗെയിം മനസ്സിലായ സ്ഥിതിക്ക് ഇനി എത്ര രൂപയാണ് ബെറ്റ് വെക്കുന്ന കാര്യം നമ്മൾ ഇവരോട് ചോദിച്ചില്ല. ടീം എ എത്ര രൂപയാണ് ബെറ്റ് വെക്കുന്നത്? 35,000 ഉള്ള പൈസ മുഴുവൻ Full amount. ഇറക്കിയുള്ള കളിയാണ്. ഇറക്കിയുള്ള കളിയാണ്. അതെ. ലാസ്റ്റ് അല്ലേ ഇത് വെച്ചു 30,000 35,000 വെച്ചു. 30,000 ഇവർ രണ്ടുപേരും ഫുൾ കാശ് വെച്ച് കളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഷീജേട്ടാ മൊത്തം കാശ് കളി ഉഷാറാട്ടെ. എപ്പോഴും ഗെയിം നമുക്ക് ഒരു ആഡംബരമായിട്ട് നല്ല ഉഷാറായിട്ടേക്കല്ലേ. 1.85 വെച്ചു. ബാങ്കിന് അത് പ്രശ്നമാവും. കുഴപ്പമില്ല. 1.85 × 5 എത്രയാണ് മാത്തു? ബാങ്ക് ലോൺ എടുക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത് മാത്തു. കല്ലു എന്തായാലും ഉണ്ടല്ലോ ഷീജേട്ടന്റെ ഈ ധൈര്യപൂർവ്വമുള്ള ഈ ഒരു നീക്കം ഉണ്ടല്ലോ, ഈ നീക്കം കാരണം കൊണ്ട് ഫൈനൽ റൗണ്ട് വേറെ ലെവലിലേക്ക് പോവാണ്. ഇട്ടിരിക്കുന്ന എമൗണ്ടിന്റെ 5 ഇരട്ടി കിട്ടുന്ന ടീം ആരാണെങ്കിലും അവർ ജയിക്കും. അപ്പോ നമ്മുടെ ലെനയ്ക്ക് ഒരു കൈയടി കൊടുത്ത എല്ലാരും ചേർന്ന് യുക്രൈനിൽ നിന്ന് എത്തിയിട്ടുള്ള ലെന. റെഡി മ്യൂസിക്. ബസർ അമർത്തുക, പാടുക. ആരാ ഒന്ന്? ഒന്ന് ഞാൻ ആ ശ്രീചേട്ടാ പാട്. പുറത്ത് അടിപൊളി അടിപൊളി. ശ്രീചേട്ടാ കറക്റ്റ് ടൈം. രണ്ടാമത്തെ പാട്ട്. തന്നന്നന്താനന്നം ആരാ ഒന്ന്? ഞാൻ തന്നന്നന്താനന്നം താളത്തിലാടി. കല്ലു അപ്പൊ നിലവിലുള്ള അവസ്ഥ എന്ന് പറയുന്നത് ടീം C1 ടീം B1 ഇവിടെ പട്ടപൂച്ച. അതെ. അടുത്ത പാട്ടിലേക്ക് പോവാം. നെക്സ്റ്റ് സോങ്. ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാര ഇത് തെലുങ്കും കന്നഡയൊന്നും അല്ല, ദൈവം ഉണ്ടാവുന്നതിന് മുമ്പുള്ള ഏതോ കാടൻ ഭാഷയാണ്. ശരിയായിട്ടുള്ള പാട്ട്. ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം അതെ കരയണോ ചിരിക്കണോ വേണ്ടോ എന്ന് അറിയാത്ത അവസ്ഥയിലാണ്. ഈ പാട്ട് നമ്മള് മലയാളികൾക്ക് മര്യാദക്ക് പാടാൻ പറ്റില്ല. ഞാൻ ആലോചിക്കായിരുന്നു ആ ഏതത്
എന്റെ പൊന്ന് മാത്തുക്കുട്ടി, ഇനി ലൈബ്രറിയിൽ ആരെങ്കിലും ഇരുന്ന് പഴംപൊരിയോ എന്തെങ്കിലും തിന്നിട്ട് പോട്ടെ, നീ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വരരുത് പ്ലീസ്. ഇല്ല, എന്തായാലും തൽക്കാലത്തേക്ക് നമ്മൾ ക്ഷണിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോ അടുത്ത പാട്ടുകൂടി നമുക്ക് പറയിപ്പിക്കേണ്ടല്ലോ. എന്റെ പൊന്നോ. എം ജെ, അടുത്ത പാട്ടുകൾ. അടുത്ത പാട്ട്. ഇതെന്ത് ഭാഷ? കച്ചറ. ഒന്ന് ചിങ്ങമാസം വന്നേർന്നു. Next song. വേൽമുരുകാ മേൽമുരുകാ വേൽമുരുകാ ഹരോഹരാ ഹോ വേലായുധാ ഹരോഹരാ ശൂരം ചെയ്ത ചെമ്പട കൊട്ടി ഇത് പുള്ളൻ ഇത് മാമലമേലെ സൂര്യനിക്കും പുലരിക്കടലിൽ വെള്ളിത്തേരെ നാടും വലയും. മാത്തുക്കുട്ടി അവിടെ സ്റ്റെപ്പ് പഠിപ്പിക്കണ്ടായിരുന്നു പുള്ളിക്കാരൻ. അതൊന്നും സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചാൽ ഈ ഫ്ലോറിലേക്ക് വന്നപ്പോ മാന്യപ്രേക്ഷകരെ ചിലപ്പോ കൊറിയോഗ്രാഫർ ആയിട്ട് വരെ മാറിയേക്കും. ഞാൻ കാണിച്ച ഒരു സ്റ്റെപ്പ് രണ്ടാമത് കാണിക്കാൻ എന്നോട് പറയരുത്. ആ സ്റ്റെപ്പ് ഒന്ന് കാണിച്ച മാത്തു, കാണിക്കേ. കളിച്ച സ്റ്റെപ്പ് തന്നെയാ. കമോൺ. അപ്പൊ അടുത്ത പാട്ട് കേൾക്കല്ലേ? അടുത്ത പാട്ട്. നെക്സ്റ്റ് സോങ്. ഇട്ടോ எனக்கு ஒண்ணுமே புரியலையே, உங்களுக்குள்ள என்ன தகராறு? ഞാനേ ഒരു രഹസ്യം മനസ്സിൽ സൂക്ഷിക്കുന്ന പോലെ ആദ്യം കേട്ടിട്ട് ഞാനിത് ഇങ്ങനെ പറഞ്ഞ് ഇതാക്കാൻ ശ്രമിക്കാം. ഭരതത്തിലെ മറ്റേ വിങ്ങല് മനസ്സിൽ വെച്ചുകൊണ്ട് പാടുന്ന ആ മരിച്ചു എന്നറിയാത്ത മോഹൻലാലിന്റെ അവസ്ഥ. ഉള്ളിലൊക്കെ തേങ്ങയാണ്. തേങ്ങലാണ് തേങ്ങ. എന്റെ പൊരോ, ലാസ്റ്റ് പാട്ടാണ്. ഇതിലാണ് കളി മാറി മറിയാൻ പോകുന്നത്. ലാസ്റ്റ് സോങ്. Into moonlight, a thinking of you. Walking in the moonlight, thinking of you. ഒന്ന് Walking in the moonlight. മാത്തു മാത്രം സിംഗിൾ ആയി ഡാൻസ് കളിക്കുന്നത് ഞാൻ നോക്കുമ്പോ അവിടെ കപ്പിൾ ഇവിടെ കപ്പിൾ. മാത്തു ആരെ പിടിക്കണം? പിന്നെ ആകെ തിരിഞ്ഞു പോയി കഴിഞ്ഞപ്പോ അവളെ നിൽക്കുന്നേ. ഓ വേണ്ട. അതെ, ലെനക്ക് എല്ലാവരും ചേർന്ന് ഒരു ഗംഭീര കൈയടി കൊടുക്കാം. താങ്ക് യു സോ മച്ച് ലെന. താങ്ക് യു. ഒരു പ്രതീക്ഷയില്ലാതെ വന്ന് ഏറ്റവും അവസാനം എപ്പിസോഡ് അവസാനിക്കുമ്പോൾ വിജയിയായിട്ട് മാറിയ ടീം ബി. കൈയടിയോടെ പടരുകയായി വിടാകെ ഇടതും വലതും ഇനി മാറി പടയുടെ മറുപടി പാട്ടൊലിയോ തലങ്ങും വിലങ്ങും ഇനി പാടാം ഒരു പിടി പണമെന്ന് പലഞ്ഞൊടി വാരാം തകില് കുടല് വിളി കേൾക്കാം ഇനി ഇത് അടിപൊളി കൊണ്ടാട്ടം. മാധു
കല്ലു 15 അല്ലേ? അതെ. അപ്പൊ 1,50,000 അല്ലേ? 1,50,000 രൂപയാണ് ടീം ബി സ്വന്തമാക്കിയിരിക്കുന്നത്. കളിയും ചിരിയും ഇനി കൂടെ ഇനി ഇത് ടീം ബി കൺഗ്രാറ്റുലേഷൻസ്. 1,50,000 രൂപ. ഈ എപ്പിസോഡിന്റെ വിന്നർ സ്വയംവര സിൽക്സ് co-presents Let's Rock and Roll. ബ്ലോക്ക്ബസ്റ്റർ പാർട്ണർ YG ആൻഡ് കോസ്മെറ്റിക് പാർട്ണർ ഡാക്ടർ എച്ചേണ. എല്ലാവരും കൂടെ ചേർന്ന് ഒരു ഡാൻസ് കളിക്കണ്ടേ? കളിക്കല്ലേ? വാ 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 വാ.